സൂര്യ സാറ്റർഡേ എന്ന സരിപ്പോത ശനിവാരം. ഈ ഒരു സിനിമ ഈ വർഷം ഇറങ്ങിയ നല്ല ഒന്നാന്തരം ഒരു അടിപ്പടമായിരുന്നു. തുടക്കം മുതൽ ലാസ്റ്റ് വരെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥ. എന്നാൽ സിനിമയുടെ തുടക്കം മുതലുള്ള ഫൈറ്റ് മാത്രമല്ല കേട്ടോ, ഈ കഥയ്ക്ക് മറ്റ് പല കാര്യങ്ങളുമായിട്ട് ഒരു സിമിലാരിറ്റിയൊക്കെ ഉണ്ട്. ആ സിമിലാരിറ്റികളെല്ലാം വെച്ചിട്ട് ഈ കഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള തിരക്കഥയുള്ളൊരു സിനിമയാണെന്ന്. ഞാൻ പറയുന്നു, ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള സൂര്യ നവഗ്രഹങ്ങളിലെ ശനിദേവനുമായിട്ട് വളരെ സിമിലറാണ്. അതെന്താ, ശനിയാഴ്ച പോയി അടിക്കുന്നത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്? അല്ല, പല പല കാര്യങ്ങൾ വെച്ചാണ് പറയുന്നത്. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. പിന്നെ അത് മാത്രമല്ല, സൂര്യ എന്ന് പറയുന്ന കഥാപാത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥാപാത്രം കൂടെയല്ലേ. കാരണം വളരെ കോംപ്ലക്സ് ആണ്. ശനിയാഴ്ച തോറും ആളുകളെ പോയി പഞ്ഞി കിടുന്ന സൂര്യ മറ്റൊരു ദിവസം കാണിക്കുന്ന എന്താണ്, ആശുപത്രിയിൽ അടികൊണ്ട് കിടക്കുന്ന ഒരാൾക്ക് ക്ലെയിം മേടിച്ചു കൊടുക്കുന്നതാണ് കാണുന്നത്, അല്ലേ? ഇതുപോലെ നമുക്കെന്തെങ്കിലും ഒരാപത്ത് വന്ന് ആശുപത്രി കിടക്കുമ്പോൾ ആരെങ്കിലും സഹായിക്കാൻ വരുമെന്നും പറഞ്ഞ് നോയിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ പൈസ കയ്യിൽ നിന്ന് പോകണം, വഴി അറിയത്തില്ല. നമ്മൾ വർഷങ്ങളായി സമ്പാദിച്ച് വെച്ചേക്കുന്ന പണം നമ്മുടെ കയ്യിൽ നിന്ന് പോകാനായിട്ട് അധിക സമയമൊന്നും വേണ്ട. നമുക്കോ അല്ലെങ്കിൽ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്കോ ഒരു സർജറി വല്ലതും വന്നാൽ മതി. കാരണം ലക്ഷങ്ങളാണ് ചിലവ്, അല്ലേ? ഇനി ക്യാൻസർ പോലുള്ള രോഗങ്ങളോ ഹൃദ്രോഗങ്ങളോ വല്ലതും ആണെങ്കിൽ നമ്മുടെ സമ്പാദ്യം അത്രയും തീരാൻ വലിയ സമയമൊന്നും വേണ്ട. എന്തിനേറെ പറയണം, ഒരു വൈറൽ ഫീവർ വന്നാൽ തന്നെ 10,000-ങ്ങളാണ് ചിലവ്. അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കുക. കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലുമായിട്ട് കൊടുത്തേക്കുന്ന ലിങ്കിൽ പോയാൽ പ്രതിമാസം 300 മുതൽ 400 രൂപയ്ക്ക് 1 കോടി വരെ കവറേജ് കിട്ടുന്ന കമ്പനികളുടെ പ്ലാനുകൾ അവിടെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് അനുയോജ്യമായ പ്രീമിയം തുക, ഇഷ്ടമുള്ള കമ്പനിയുടെ പദ്ധതിക്ക് ക്യാഷ്ലെസ് ബെനിഫിറ്റ് കിട്ടുന്ന ഏതൊക്കെ ഹോസ്പിറ്റലുകളുണ്ട്, ഇതൊക്കെ നോക്കി കമ്പയർ ചെയ്യാനായിട്ടുള്ള ലിങ്കാണ് കമൻറ്റിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഓൺലൈനായിട്ട് എടുത്താൽ 25% വരെ ഡിസ്കൗണ്ടും അതുപോലെ 75,000 രൂപ വരെ ടാക്സ് ബെനിഫിറ്റ്സും ഉണ്ട്. ഇനി നിങ്ങൾ പ്രവാസിയാണെങ്കിൽ 18% GST ഇളവും ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വരും വർഷങ്ങളിൽ പ്രീമിയം കൂടാനാണ് സാധ്യത. അതുകൊണ്ട് സമയം കളയാതെ നോക്കിക്കൊള്ളൂ. ഇനി നമുക്ക് സൂര്യ സാറ്റർഡേയെക്കുറിച്ചും അതിൻ്റെ ലെയറുകളെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലസ്കോപ്പിലേക്ക് സ്വാഗതം. സൂര്യ സാറ്റർഡേ എന്ന ഈ ഒരു സിനിമയും അതുപോലെ സൂര്യ എന്ന കഥാപാത്രവും പല പല ആസ്പെക്റ്റുകളിലാണ് ശനിദേവനായിട്ടും അദ്ദേഹത്തിൻ്റെ കഥകളുമായിട്ടും റിലേറ്റ് ആയി വരുന്നത്. നമുക്കാദ്യം സൂര്യയുടെ മോഡസ് ഓപ്പറാൻഡിൽ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയാണ്? ഒരാഴ്ച മുഴുവനും കാണുന്ന കാര്യങ്ങൾ അത്രയും സൂര്യ നോട്ട് ചെയ്ത് വയ്ക്കും. കാരണം എന്താണ്? അനീതി, അക്രമം, ഇതൊക്കെ അയാളുടെ മുന്നിൽ കണ്ടാൽ അയാൾക്ക് ദേഷ്യം വരും, അല്ലേ? സൂര്യയുടെ ദേഷ്യം സിനിമയിലുടനീളം പരാമർശിക്കുന്നുണ്ട്. ആ ദേഷ്യത്തെ നിയന്ത്രിക്കാനായിട്ടാണ് സൂര്യയുടെ അമ്മ ആഴ്ചയിൽ ഒരു ദിവസം തൻ്റെ ദേഷ്യത്തിന് റിയാക്ട് ചെയ്തോ എന്ന് പെർമിഷൻ കൊടുത്തേക്കുന്നത്. സൂര്യ അത് നല്ലതുപോലെ ചെയ്യുന്നുമുണ്ട്. ഇതിൽ സൂര്യ ചെയ്യുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എന്താണ്? എല്ലാ ദിവസവും, അതായത് സൺഡേ ടു ഫ്രൈഡേ വരെ വളരെ നോർമലായിട്ടും ശാന്തനായിട്ടും പെരുമാറുന്ന സൂര്യ തൻ്റെ മുന്നിൽ കാണുന്ന അക്രമങ്ങൾ, തനിക്ക് ദേഷ്യം വരുന്ന അക്രമങ്ങൾ, ഇതെല്ലാം തൻ്റെ ഡയറിയിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കും. നോട്ട് ചെയ്ത് വെച്ചിട്ട് സാറ്റർഡേ, ശനിയാഴ്ചയാവുന്ന ദിവസം സൂര്യ അത് തുറന്നു നോക്കിയിട്ട് ആരുടെതൊക്കെ ഉണ്ട് ദേഷ്യമുള്ള ആളെ റൗണ്ട് ചെയ്തിട്ട് അവരെ പോയി പഞ്ഞിക്കിടും, അല്ലേ? ഇനി നമുക്ക് ശനിദേവനെക്കുറിച്ച് പറയാം. നവഗ്രഹങ്ങളിലേക്ക് വെച്ച് ഒരുപക്ഷെ എല്ലാവരും ഏറ്റവും കൂടുതൽ ഭയക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് ശനിദേവൻ എന്ന് പറയുന്നത്. എന്നാൽ ശനിദേവന് ഒരു പദവിയുണ്ട്, കർമ്മഫലദാതാവിൻ്റെ പദവി. അതായത് ഏതൊരു വ്യക്തിയും ചെയ്യുന്ന കർമ്മം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് ബാലൻസ് ചെയ്ത് അയാൾ ചെയ്ത കർമ്മത്തിനുള്ള ഫലം അതുപോലെ തന്നെ മുഖം നോക്കാതെ, ആളാരാണെന്ന് നോക്കാതെ, ഈവൻ ദൈവങ്ങളാണെങ്കിൽ പോലും കൊടുക്കുന്ന ആളാണ് ശനിദേവൻ. നമ്മൾ സിനിമയുടെ കാര്യത്തിൽ പറഞ്ഞല്ലോ, സൂര്യ എന്ന് പറയുന്ന ആൾ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്, അല്ലേ? ശനിയാഴ്ച ആണ് അയാളുടെ ദേഷ്യത്തിൻ്റെ എഫക്റ്റ് അയാൾ കാണിക്കുന്നത്. അയാൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തെറ്റ് ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷ അല്ലെങ്കിൽ അവർ ചെയ്തതിനുള്ള എഫക്റ്റ് സൂര്യ കൊടുക്കുന്നത് സാറ്റർഡേ ആണ്, ശനിയാഴ്ചയാണ്, അല്ലേ? ഇതുപോലെ തന്നെ ശനിദേവനും തൻ്റെ ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ ഫേമസ് ആണ്. ദേഷ്യം എന്ന് പറയുമ്പോൾ വളരെ ഫേമസ് ആണ് ശനിദേവൻ്റെ. അപ്പോൾ ശനിദേവൻ്റെ ദേഷ്യം അത് ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ അത് നിയന്ത്രിക്കണമെങ്കിൽ അതിനെക്കാട്ടിയും ദേഷ്യമുള്ള ഒരാൾ വേണം. അത് ഒരാളുണ്ട്. ആരാണ്? മഹാദേവൻ. മഹാദേവൻ ശനിദേവൻ്റെ ഗുരുസ്ഥാനത്ത് വന്ന് ഗുരുവായിട്ടിരുന്ന് ശനിദേവൻ്റെ ദേഷ്യത്തിനെ നിയന്ത്രിച്ച് ചാനൽ ചെയ്തെടുത്തു. എന്നിട്ട് മഹാദേവൻ ശനിദേവൻ്റെ ആ ഒരു ക്വാളിറ്റി, എല്ലാ കാര്യങ്ങളും
പക്ഷാഭേദമില്ലാതെ പ്രോപ്പറായിട്ട് നോക്കി മനസ്സിലാക്കാനുള്ള ആ ഒരു ക്വാളിറ്റിയിൽ ഇമ്പ്രസ്ഡ് ആയിട്ട് മഹാദേവനാണ് ശനിദേവന് കർമ്മഫലദാതാവെന്ന് പറയുന്ന ആ ഒരു പദവി കൊടുത്തത്. ഇത് മാത്രമല്ല, ഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം കിട്ടിയിട്ടുള്ള ആളാണ് ശനിദേവൻ. ശനീശ്വരൻ എന്നാണ് പറയുന്നത്. ശനിദേവന് മറ്റൊരു പവറും കൂടെ ഉണ്ട്. മനുഷ്യനാണെങ്കിലും ദൈവമാണെങ്കിലും ആരാണെങ്കിലും അവരെ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് ശനിദേവൻ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം കണ്ടോ, സൂര്യ എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെ ശനിദേവനുമായിട്ട് മാച്ച് ചെയ്ത് വരുന്നുണ്ട്. ശനിദേവനെക്കുറിച്ച് എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു അതുപോലെയാണ് സൂര്യയുടെ ക്യാരക്ടറിനെ, ഇതൊരു അംശമായിട്ടാണ് സൂര്യയുടെ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. എങ്ങനെ? മുഖം നോക്കാതെ തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് നല്ലതുപോലെ ആലോചിച്ച് അവർ ശിക്ഷ അർഹിക്കുന്നുണ്ടെങ്കിൽ അത് സൂര്യ കൊടുത്തിരിക്കും, മുഖം നോക്കാതെ. അത് കൊടുക്കുന്ന ദിവസമോ സാറ്റർഡേ എന്ന് പറയുമ്പോൾ ശനിയാഴ്ച എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, ശനിദേവൻ്റെ ദിവസം. അപ്പോൾ ഇങ്ങനെയാണ് സൂര്യ എന്ന കഥാപാത്രത്തിനെ ശനിദേവനെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് മാത്രമല്ല കേട്ടോ, ഈ സിനിമയിൽ നാനിയുടെ കഥാപാത്രമായിട്ടുള്ള സൂര്യയുടെ അമ്മയുടെ പേരെന്താണ്? ഛായാദേവി. സൂര്യയുടെ സഹോദരിയുടെ പേരെന്താണ്? ഭദ്ര. ശനിദേവൻ്റെ അമ്മ ഛായാദേവിയും അച്ഛൻ സൂര്യദേവനുമാണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ, അത് പറയാം. അപ്പോൾ ശനിദേവൻ്റെ അമ്മ ഛായാദേവിയും അച്ഛൻ സൂര്യദേവനുമാണ്. അതുപോലെ പലയിടങ്ങളിലും ശനിദേവന് ഭദ്ര എന്ന പേരുള്ള ഒരു സഹോദരി ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ഡയറക്റ്റ് സിമിലാരിറ്റി അപ്പോൾ അതിൽ വരുന്നുണ്ട്. സൂര്യയുടെ അമ്മയുടെ പേര് ഛായാദേവി, സഹോദരിയുടെ പേര് ഭദ്ര. ശനിദേവൻ്റെ അമ്മയുടെ പേര് ഛായാദേവി, ശനിദേവന് ഭദ്ര എന്നൊരു സഹോദരി ഉള്ളതായി പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. എന്താണ്? ശനിദേവൻ്റെ അച്ഛൻ സൂര്യദേവനും അമ്മ ഛായാദേവിയുമാണ്. പക്ഷേ എന്തുകൊണ്ട് ശനിദേവനെ ബേസ് ചെയ്തേക്കുന്ന സൂര്യ എന്ന ക്യാരക്ടറിന് സൂര്യ എന്ന് പേര് കൊടുത്തിരിക്കുന്നു? അത് സൂര്യയുടെ അച്ഛനായിട്ടുള്ള ശങ്കരം എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നൊരു സീനുണ്ട്. എന്താണ്? നീ ഛായാദേവി, അവൻ സൂര്യകാന്തം, നിൻ്റെ ദേഷ്യമാണ് അവന് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞൊരു സീനുണ്ട്. അതിൽ സൂര്യകാന്തം എന്നാണ് തൻ്റെ മകനെ പറഞ്ഞത്. സൂര്യകാന്തം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്നറിയോ? സൂര്യന് പ്രിയപ്പെട്ടത്. അപ്പോൾ ഒരാൾക്ക് പ്രിയപ്പെട്ടതെന്ന് പറയുമ്പോൾ അയാളുടെ മക്കളെ സഹിതം ഡിനോട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആയിരിക്കണം ഒരു പക്ഷേ സൂര്യ എന്ന പേര് ഇതിൽ കൊടുത്തേക്കുന്നത്, അങ്ങനെ പറയാം നമുക്ക്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. എന്തുകൊണ്ട് അമ്മയുടെ പേര് ഛായാദേവി എന്നിട്ടു, സഹോദരിയുടെ പേര് ഭദ്ര എന്നിട്ടു, എന്തുകൊണ്ട് അച്ഛൻ്റെ പേര് ശങ്കരം എന്ന് കൊടുത്തിരിക്കുന്നു? അതിന് മറ്റൊരു കാരണമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ശനിദേവൻ്റെ ഗുരുസ്ഥാനത്തിരുന്നത് മഹാദേവനാണ്. അപ്പോൾ മഹാദേവനാണ് ശനിദേവൻ്റെ ഗുരുസ്ഥാനത്തിരുന്നിട്ട് അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്തത് അല്ലേ. ഇവിടെ ഈ സിനിമയിൽ സൂര്യയുടെ അച്ഛനും അമ്മയും ഒരുപോലെ സൂര്യയുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അല്ലേ. നമുക്കറിയാം, അച്ഛനമ്മമാരാണ് നമ്മുടെ ആദ്യത്തെ ഗുരുക്കന്മാർ. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഇവിടെ അച്ഛനും അമ്മയും കൂടെയാണ് സൂര്യയുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനും യഥാർത്ഥ ദേഷ്യം എന്തെന്നുള്ള മീനിങ് തരാനും ഒക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ അങ്ങനെ സഹായിക്കുന്ന അച്ഛന് ശങ്കരം എന്ന് പേരിട്ടേക്കുന്നത്. ശങ്കരം എന്ന് പറയുന്ന പേര് ആരുടെ പേരാണ്? ശങ്കരൻ. മഹാദേവൻ്റെ മറ്റൊരു പേരാണ് ശങ്കരൻ. അപ്പോൾ അച്ഛൻ ഇവിടെ ശങ്കരൻ എന്ന് പേരിട്ടേക്കുന്നതിന് ഇങ്ങനെയൊരു സിമിലാരിറ്റി, ഒരു കണക്ഷൻ നമുക്ക് വേണേൽ കണക്ട് ചെയ്തെടുക്കാം. പിന്നെ സൂര്യയിലൂടെ നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. സൂര്യയുടെ ദേഷ്യമെന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ള കഥാപാത്രങ്ങൾക്ക് വരുന്നത് പോലത്തെ ചുമ്മാതെ വരുന്ന ദേഷ്യമോ ഈഗോ ബേസ് ചെയ്തിട്ടുള്ള ദേഷ്യമോ വൈരാഗ്യത്തിൻ്റെ പേരിലുള്ള ദേഷ്യമൊന്നുമല്ല. അത് ധാർമ്മിക രോക്ഷമാണ്. അതായത് അയാളുടെ മുന്നിലൊരു അനീതി കണ്ടാൽ അയാൾക്കത് തട്ടിക്കേൾക്കാതിരിക്കാൻ തോന്നത്തില്ല. അത് തട്ടിക്കേൾക്കാനായി അയാൾ ഒരു ദിവസം മാറ്റുന്നു. അതിന് മുമ്പായിട്ട് ചെന്ന് അയാൾ പറയും, ചെയ്തത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് സോറി പറയാനൊക്കെ പറയുന്ന സീനുണ്ട്. അത് പറയാതിരിക്കുന്നവരെയാണ് സൂര്യ സാറ്റർഡേയിൽ അത്രയും പോയി എടുത്തിട്ട് ഇടിക്കുന്നത്. സൂര്യയ്ക്ക് ദേഷ്യം വന്നയാൾ അയാളെ പേരെഴുതി വെച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമല്ലേ, ചെയ്തത് തെറ്റാണോ, അയാളെ ക്ഷമിച്ചു വിടാവോ? എന്നാൽ ക്ഷമിച്ചു വിടാൻ പാടില്ല, അവന് പൊട്ടിക്കേണ്ടത് പൊട്ടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എത്ര ശക്തനാണെങ്കിലും പോയി അടിക്കും. അങ്ങനെ കളിച്ച് ഒരു ഉദ്യോഗസ്ഥൻ, ഒരു അധികാരിയെ വരെ, ഇതിലെ നമ്മുടെ SJ സൂര്യയുടെ കഥാപാത്രം ദയാനന്ദ് എന്ന് പറയുന്ന ആൾ, അയാളൊരു ഓഫീസർ ആയിരുന്നിട്ട് പോലും സൂര്യ അയാളെ എതിർക്കുന്നുണ്ട്. ഒരു ഒരു കൂട്ടത്തിലുള്ള ആളുകൾക്ക് അത്രയും ധൈര്യം കൊടുത്തുകൊണ്ട് അയാൾക്ക് നേരെ തിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് സൂര്യ. അപ്പോൾ ഒരു ധാർമ്മിക രോക്ഷമാണ് സൂര്യയിൽ കാണുന്നത്. ആ സമയത്ത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ എത്ര ശക്തനാണെങ്കിലും സൂര്യ അതിനെ എതിർത്തിരിക്കും, ഒന്നിനെയും ഭയക്കാതെ. അപ്പോൾ സൂര്യയുടെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ശനിദേവനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ശനിദേവൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്വാളിറ്റിയാണത്. എന്താണ്? ചെയ്തതിനുള്ള ഫലം.
അതിപ്പോൾ മനുഷ്യരല്ല, ദൈവങ്ങളാണെങ്കിൽ പോലും ശനിദേവൻ കൊടുത്തിരിക്കും. അങ്ങനെ പല ശക്തരായിട്ടുള്ള ദൈവങ്ങളും ശനിദേവൻ്റെ എഫക്റ്റിൽപ്പെടുന്ന പല കഥകളുമുണ്ട്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥ ഞാൻ പറയാം. സംഭവം വാൽമീകി രാമായണത്തിൽ ഈ ഒരു കഥ എങ്ങും മെൻഷൻ ചെയ്യുന്നില്ല. ഇത് കേട്ട് വന്നിട്ടുള്ളൊരു കഥയാണ്. നമുക്കത് പറയാം. എങ്ങനെയെന്ന് വെച്ചാൽ, രാവണനുണ്ടല്ലോ, രാവണൻ്റെ മകനായിട്ടുള്ള മേഘനാഥൻ ജനിക്കുന്നതിന് മുൻപ് തൻ്റെ മകൻ്റെ ഗ്രഹനില ഏറ്റവും നല്ല ഗ്രഹനിലയായിരിക്കണമെന്നും പറഞ്ഞ് അത്ര ഗ്രഹങ്ങളെടുത്തും മകന് ഫേവറബിളായിട്ടുള്ള സ്ഥലത്ത് നിൽക്കണം എന്നുള്ളൊരു ഓർഡർ രാവണൻ കൊടുക്കുകയുണ്ടായി. എല്ലാവരും അനുസരിച്ച്, ശനിദേവൻ അനുസരിച്ചില്ല. കാരണം എന്താണ്? ആര് വന്ന് പറഞ്ഞാലും ശനിദേവൻ തൻ്റെ ഡ്യൂട്ടി ചെയ്തിരിക്കും. അത് ചെയ്യേണ്ടതാണ് എന്ന് ശനിദേവൻ തോന്നിയാൽ ചെയ്തിരിക്കും. ആ എതിരെ നിൽക്കുന്ന ആൾ അവൻ ചെയ്തിട്ടുള്ള കർമ്മത്തിന് ഒരു പ്രായശ്ചിത്തവും ചെയ്യുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള ജഡ്ജ്മെൻ്റ് അവന് കിട്ടത്തില്ലേ? അപ്പോൾ അതുപോലെ മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നതുപോലെ നിന്നില്ല എന്ന് മാത്രമല്ല, മേഘനാഥനെ ശനിദേവൻ നോക്കുകയും ചെയ്തു. അപ്പോൾ അത് ശനിദേവൻ ചെയ്തു. അപ്പോൾ ഇതിൽ ദേഷ്യം വന്നിട്ട് രാവണൻ തൻ്റെ വരബലം കൊണ്ട്, ബ്രഹ്മാവെന്ന് കിട്ടിയ വരബലം കൊണ്ടിട്ട് ശനിദേവനെ പിടിച്ചു കെട്ടാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ആ സമയത്ത് ശനിദേവൻ രാവണന് മേലും തൻ്റെ ദൃഷ്ടി പതിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. രാവണന് മേൽ പതിപ്പിച്ച ആ ഒരു ദൃഷ്ടിയുടെ ഫലമാണ് പിന്നീട് രാവണൻ്റെ ലങ്ക കത്തിക്കരിഞ്ഞതെന്നും രാവണന് തൻ്റെ ബുദ്ധി പ്രോപ്പറായിട്ട് പ്രവർത്തിപ്പിക്കാതെ സീതാദേവിയെ തട്ടിക്കൊണ്ടു പോകുന്ന രീതിക്കായതും അത് കാരണം തൻ്റെ മരണത്തിന് കാരണമായതെന്നും പറയുന്ന ഒരു കഥയുണ്ട്. ഇത് വാൽമീകി രാമായണത്തിലില്ല, പക്ഷേ പലയിടങ്ങളിലായിട്ട് പറഞ്ഞു വരുന്ന ഒരു കഥയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ശനിദേവൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ്. പിന്നെ ഈ ഒരു സരിപ്പോത ശനിവാരം അല്ലെങ്കിൽ ഈ സൂര്യ സാറ്റർഡേ എന്ന് പറയുന്ന ഈ ഒരു സിനിമ, ആ സിനിമയ്ക്ക് ശനിദേവനുമായിട്ടുള്ള ഒരു കണക്ഷൻ, അത് സാറ്റർഡേ ആണ്. സൂര്യയുടെ അമ്മയുടെ പേര് ഛായാദേവി എന്നാണ്, സഹോദരിയുടെ പേര് ഭദ്ര എന്നാണ്. അത് വെച്ചിട്ടല്ല സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തത്. എനിക്ക് ആദ്യം അതൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. കാരണം അത്രത്തോളം രസമല്ലായിരുന്നു സിനിമ ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ ആക്ഷൻ സീക്വൻസസിലോട്ട് ഓരോ സീനുകളിൽ നിന്ന് അടുത്ത സീനിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സ്ക്രീൻ പ്ലേയും എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് OTT വന്നിട്ടും ഞാൻ ഇത് 2-3 തവണ കണ്ടു ഈ സിനിമ. ചുമ്മാ ഇടയ്ക്കെടുത്ത് കണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് പണ്ടത്തെ ആ ഒരു അടിപ്പടങ്ങൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അതിൽ അതുപോലെ കിട്ടി. കാരണം എന്താണ്? ഒരു ഒന്നാന്തരം ഹീറോയും അതിനെക്കാട്ടി ഒരു ഭയങ്കര ഒരു വില്ലനും, പിന്നെ കൂർമാനന്ദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടൊക്കെ തോന്നി. അപ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴും അതിൽ ഫസ്റ്റൊക്കെ ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ വരുന്നൊരു ആ ലിറിക്സിൻ്റെ മീനിങ് താഴെ സബ് ടൈറ്റിൽസിൽ എഴുതി കാണിച്ച്, ആ സബ് ടൈറ്റിൽസ് എഴുതി കാണിച്ച് ആ മീനിങ് കണ്ടപ്പോഴാണ് ഇത് എന്തോ ആയിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയത്. ആ സബ് ടൈറ്റിൽസിൻ്റെ മീനിങ് ഇങ്ങനെയാണ്: സംശയങ്ങളുടെ ചങ്ങലകൾ തൻ്റെ ശക്തവും അതുപോലെ തന്നെ തീവ്രവുമായിട്ടുള്ള ദൃഷ്ടി കൊണ്ട് തകർക്കുന്നവൻ. ശനിയാഴ്ച ദിവസത്തെ ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഓഫ് ബാലൻസ്, അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ലിറിക്സിൻ്റെ മീനിങ് വന്നത്. ഞാൻ ഒരു ദൃഷ്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, എന്താണ്? സംശയത്തിൻ്റെ ചങ്ങലകൾ. ഇപ്പോൾ സംശയം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് നമ്മുടെ സെൽഫിലുള്ള സംശയം, നമ്മൾ വിശ്വസിക്കുന്നുള്ളൊരു കാര്യത്തിലുള്ളൊരു സംശയം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുള്ളൊരു സംശയം, അങ്ങനെ പല സംശയങ്ങൾ. ആ സംശയങ്ങളുടെ ചങ്ങലകൾ തൻ്റെ തീവ്രവും ശക്തവുമായിട്ടുള്ള ദൃഷ്ടി കൊണ്ട് നശിപ്പിച്ച് കളയുന്നവൻ. ശനിദേവൻ ചെയ്യുന്ന പരിപാടി എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം ഡിസിപ്ലിനായിട്ട് ആളുകളെ നല്ലതുപോലെ ഡിസിപ്ലിൻഡാക്കി അവരുടെ സംശയങ്ങൾ, അവരുടെ ലൈഫിലുള്ള ഭയം, ഇതെല്ലാം നശിപ്പിച്ച് കളയുമെന്നാണ് പറയുന്നത്. അതായത് അവരെ ഭയങ്കര സ്ട്രോങ് ആക്കുന്ന ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയനായിട്ടുള്ള ഒരു ഗുരുവാണ് ശനിദേവൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ ഈ പാട്ടിൻ്റെ മീനിങ്ങിൽ വരുന്നുണ്ട്. എന്താണ്? സംശയത്തിൻ്റെ ചങ്ങല തൻ്റെ തീവ്രവും ശക്തവുമായിട്ടുള്ള ദൃഷ്ടി കൊണ്ട് നശിപ്പിക്കുന്നവൻ. അപ്പോൾ അത് കേട്ടപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്. പിന്നെ ഈ സിനിമയിലെ ഓരോ കാര്യങ്ങൾ എനിക്ക് ശനിദേവൻ്റെ കഥകളുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റി. എന്നിട്ടൊന്നുകൂടെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം ഒരാസ്പെക്റ്റിൽ നിന്ന് കാണുന്നതിന് പകരമായിട്ടൊരു പക്കാ മാസ് പടം കാണുന്നതിൻ്റെ പകരമായിട്ട് ഇങ്ങനെ ഒരു കണക്ഷനും കൂടെ വെച്ച് കണ്ടപ്പോഴത്തേക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി.
പിന്നെ ഈ സിനിമയുടെ ലാസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആദ്യം തൻ്റെ പേഴ്സണലായിട്ടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന സൂര്യ ലാസ്റ്റ് എത്തിയപ്പോൾ ആ ഒരു എന്താ പറയുക, എസ് ജെ സൂര്യയുടെ കഥാപാത്രം ഉണ്ടല്ലോ ദയാനന്ദ്, പുള്ളിക്കാരൻ ഒരു ഗ്രാമത്തിലുള്ള ആളുകളെ, ഒരു ചെറിയ ഏരിയയിൽ താമസിക്കുന്ന ആളുകളെ പോയി തല്ലും. അവർക്ക് ദയാനന്ദിനെ ഭയങ്കര പേടിയായിരുന്നു അല്ലേ? അപ്പോൾ എന്താണ് സൂര്യ ചെയ്തത്? സൂര്യ അവിടെ പോയി അവർക്ക് ധൈര്യം കൊടുക്കുകയാണ് ചെയ്തത്. ധൈര്യം കൊടുത്ത് അവരുടെ ശക്തിയിലുള്ള ദയാനന്ദിനെ എതിർത്ത് നിൽക്കാനായിട്ടുള്ള ധൈര്യം അവർക്കുണ്ടോ എന്നുള്ള സംശയത്തെ നശിപ്പിച്ച് ശക്തമായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് കൊടുത്ത് അവർക്കെതിരെ നിന്ന കാര്യങ്ങളെ അത്രയും തകർത്തുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ സന്തോഷമാണ് സൂര്യ നേടിക്കൊടുത്തത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതത്രയും ഈ സിനിമ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്, അല്ലാതെ ഇതിങ്ങനെയാണ് എന്ന് ഞാൻ എങ്ങും പറയുന്നില്ല. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കണക്ഷൻസ്, ഞാൻ ഈ സിനിമ എങ്ങനെ എൻജോയ് ചെയ്തു എന്നുള്ളതാണ് ഈ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സ്ക്രീൻ പ്ലേയിൽ ഇങ്ങനെയൊരു കണക്ഷനും കൂടെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ രസകരമായിട്ട് തോന്നി. അതാണ് ഞാൻ എല്ലാവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചത്. എന്ത് തന്നെയാണെങ്കിലും ഈ വർഷം ഇറങ്ങിയ മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് സരിപ്പോത ശനിവാരം. അതുപോലെ ഈ ഇടയായിട്ടിറങ്ങിയ മാസ് പടങ്ങളിൽ നമുക്കെന്താ ടോപ്പിൽ തന്നെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന സിനിമകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു സൂര്യ സാറ്റർഡേ അഥവാ സരിപ്പോത ശനിവാരം എന്ന് പറയുന്ന സിനിമ. ഇനിയിപ്പോൾ ഇതുവരെ കേട്ടല്ലോ, ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഇത്രയും കേട്ടിട്ട് ആ കേട്ടതിൻ്റെ എഫക്റ്റ് വെച്ച് ഒന്നുകൂടെ സരിപ്പോത ശനിവാരം അഥവാ സൂര്യ സാറ്റർഡേ എന്ന് പറയുന്ന സിനിമ ഒന്ന് കണ്ടുവെക്ക്. സത്യം പറയട്ടല്ലോ, നല്ല എൻ്റർടൈനിങ് ആയിട്ട് തോന്നും. നേരത്തെ തോന്നിയതിനെക്കാട്ടി കുറച്ചുകൂടെ രസകരമായിട്ട് തോന്നും. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് മറക്കണ്ട, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെല്ലാവരും എടുത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയിൽ നിന്ന് തന്നെ എടുക്കാം, പക്ഷേ താരതമ്യം ചെയ്ത് തന്നെ എടുക്കണം. അത്തരത്തിൽ 51 കമ്പനികളെ താരതമ്യം ചെയ്യാനുള്ള ലിങ്കാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നത്. ഓൺലൈൻ ആയതിനാൽ 25% വരെ ഡിസ്കൗണ്ട് ഉള്ള കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വൈകിപ്പിക്കാതെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സുരക്ഷിതമാക്കാനായിട്ട് ഇതിനെക്കുറിച്ച് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ സരിപ്പോത ശനിവാരം എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ, അതായത് സൂര്യ സാറ്റർഡേ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ എൻജോയ് ചെയ്ത രീതിയും ഞാൻ മനസ്സിലാക്കിയ രീതിയും എൻ്റേതായിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനിൽ ഞാൻ പറഞ്ഞതാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ